ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ശ്രീഋഷിയുടെ മെൻ്റൽ ഹെൽത്ത് മൊഡ്യൂളിൽ നമ്മളെ ഒരുപാട് ബാധിക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരുന്ന, അതുപോലെ നമ്മൾ ഒരുപാട് അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ചിലർക്കെങ്കിലും വളരെ ടച്ചി ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിരിക്കും, ചിലർക്ക് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള, വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിരിക്കും നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് പെയിൻ ആൻഡ് ഹാർട്ട് ബീറ്റ്. സോ എന്താണ് പെയിൻ? നമ്മൾക്ക് ബോഡിയിൽ അനുഭവപ്പെടുന്ന പെയിൻ ഉണ്ട്, പക്ഷേ നമുക്ക് മെൻ്റലി അനുഭവപ്പെടുന്നത് വേറൊരു രീതിയിലുള്ള ഒരു പെയിനാണ് നമുക്ക് സാധാരണ മെൻ്റലി അനുഭവപ്പെടാറുള്ളത്. സോ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള പെയിനിനെ നമുക്ക് ഫിസിക്കൽ പെയിൻ എന്ന് കാറ്റഗറൈസ് ചെയ്യാം. നമുക്ക് മെൻ്റലായിട്ട് തോന്നുന്ന ആ ഒരു പെയിൻ, അല്ലെങ്കിൽ മെൻ്റലായിട്ട് തോന്നുന്ന സഫക്കേഷൻ, അസ്വസ്ഥതകളെ നമ്മൾ എങ്ങനെയാണ് നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്യുക? എന്ത് രീതിയിലൊക്കെ നമുക്ക് പെയിൻ ഫീൽ ചെയ്യാം? മെൻ്റലി ഉള്ള ആ ഒരു പെയിനിനെ സപ്രസ് ചെയ്യുന്നതിലൂടെ എന്തൊക്കെ സംഭവിക്കും? നിങ്ങളുടെ പെയിനിനെ കോപ്പ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ മെൻ്റലി പെയിൻ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഇനഫ് അല്ല എന്നുള്ളൊരു ഫീലിംഗ്, അല്ലെങ്കിൽ നമ്മൾ യൂസ്ലെസ് ആണ് എന്നുള്ളൊരു ഫീലിംഗ്, നമ്മൾ ചെയ്യുന്നതൊന്നും പോരാ എന്നുള്ള ഫീലിംഗ്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒരു കാര്യം എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല, നമ്മൾ സ്ട്രഗിൾ ചെയ്യുകയാണ് എന്നുള്ളതിനെ കൊണ്ടുള്ളൊരു ഫീലിംഗ്, ഇതൊക്കെ വെയിറ്റായിട്ട് നമ്മുടെ ഫിസിക്കലി തന്നെ നമുക്ക് നമ്മളുടെ ചെസ്റ്റ് പാർട്ടിലൊരു വെയിറ്റായിട്ട് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹെൽപ്ലെസ് ആയി പോകുന്ന സിറ്റുവേഷൻസ്, നമ്മുടെ കയ്യിൽ നിൽക്കാതെ പോയ സിറ്റുവേഷൻസ്, നമ്മളെ കൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന, എന്നാൽ നമ്മുടെ കയ്യിൽ നിൽക്കാതെ പോയ, നമ്മൾക്ക് നഷ്ടമുണ്ടായ സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ പെയിനായിട്ടൊരു സ്റ്റാബിങ് സെൻസേഷനായിട്ട് നമ്മുടെ ചെസ്റ്റിൽ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കൂടുതൽ സപ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ത്രോട്ട് റീജിയനിലായിട്ട് ഒരു സഫക്കേഷൻ, അതേപോലെ നമുക്ക് എയർ വലിച്ചെടുക്കുമ്പോൾ കൂടുതൽ നമ്മുടെ കറക്റ്റായിട്ട് നമ്മളുടെ എയർ ഫ്ലോ ഓക്കെ അല്ല, നമ്മളങ്ങ് എക്സ്ട്രീം വരെ നമ്മൾ ബ്രീത്ത് എടുക്കുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ മെൻ്റൽ പെയിനിൻ്റെ ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിംറ്റംസായി നമ്മളിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതാവാം. എന്താണ് മെൻ്റൽ പെയിൻ എന്ന് പറയുന്നത്? മെൻ്റൽ പെയിൻ എന്ന് പറയുന്നത് ഒരുതരം നമ്മളുടെ ബോഡി, നമ്മുടെ മൈൻഡ്, നമ്മളുടെ ഫ്രണ്ടിലുള്ള ആ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരുന്ന, കൂടുതലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് മെൻ്റൽ പെയിൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നമുക്കതിനകത്തൊന്നും ചെയ്യാനില്ല, നമ്മളുടെ കയ്യിൽ നിന്ന് ആ ഒരു സിറ്റുവേഷൻ പോയി, ഇനി റിസൾട്ട് മാത്രം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. ആ ഒരു അക്സെപ്റ്റൻസ് ഇല്ലായ്മയിൽ നിന്നൊക്കെയാണ് കൂടുതലും മെൻ്റൽ പെയിൻ ഉണ്ടാവുന്നത്. ആൻഡ് മെൻ്റൽ പെയിൻ ഉള്ള ആ ഒരു സമയത്ത് നമുക്ക് കൂടുതലും സ്ട്രെയിറ്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റാതിരിക്കുക, ഓവർലി ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു പിരിമുറുക്കം തോന്നുക, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ അതിനെ ആ ഒരു സിറ്റുവേഷനോട് കോപ്പപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വരുന്ന പാടുകളൊക്കെ മെൻ്റൽ പെയിനിൽ ചെന്ന് അവസാനിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ മെൻ്റൽ പെയിൻ നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് രീതിയിലുള്ള ചേഞ്ചസ് നമ്മുടെ തോട്ട് പാറ്റേണിൽ, അതേപോലെ നമ്മുടെ കോർട്ടിസോൾ ലെവൽസിൽ, അതുപോലെ ഫിസിക്കലി തന്നെ നമ്മുടെ കോർട്ടിസോൾ ലെവൽസിലും, അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റിയിൽ, ബ്രെയിൻ അൽഗോരിതത്തിലൊക്കെ ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം വി ആർ ഇൻ വാർ സോൺ ഓൾവേസ്. ഈ നമ്മുടെ ഇമോഷണലി നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി വി ആർ ഇൻ വാർ സോൺ ഓൾവേസ്. സോ ടയേർഡ് ആയിക്കൊണ്ടേ ഇരിക്കാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ എക്സോസ്റ്റഡ് ആവുക. ബേൺ ഔട്ടിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് കയറി ഒന്ന് കണ്ടു നോക്കുക. സോ ബേൺ ഔട്ടിലേക്കൊക്കെ ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റീസ് കുറയും തോറും, നമ്മുടെ ഇമോഷണലി നമ്മളെ ബാക്കപ്പ് ചെയ്യാൻ നമ്മുടെ ബ്രെയിൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും തോറും നമ്മളുടെ ബ്രെയിൻ ആക്ടിവിറ്റീസ്, ഫോക്കസ്, അതേപോലെ മെമ്മറി ഒക്കെ ഒരുപാട് ബാധിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. നിങ്ങൾ മെൻ്റലി പെയിൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ കോപ്പപ്പ് ചെയ്യാൻ നിങ്ങൾ ചെയ്യുന്ന സ്ട്രാറ്റജീസ് അല്ലാതെ നിങ്ങളുടെ ബ്രെയിൻ ആ ഒരു സ്ട്രെസ്സിനെ കോപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ സിറ്റുവേഷൻസ് അക്സെപ്റ്റ് ചെയ്യുക, 3 of the main circumstances where നമുക്ക് ആ ഒരു പെയിൻ ഫീൽ ചെയ്യാൻ ചാൻസ് ഉള്ളത്. ഒന്ന് ലോസ്, റിഗ്രറ്റ് തുടങ്ങിയ സംഭവങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷൻസ്, റിസൾട്ട്സ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അതിൻ്റെ
ആ റിസൾട്ട് കാരണം ഉണ്ടാവാൻ പോകുന്ന ചേഞ്ചസ് നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിലല്ല പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൺട്രോളിലല്ലാതിരിക്കുക എന്നുള്ള ആ ഒരു നമ്മളുടെ കൺട്രോളിലല്ല ഇത് എന്നുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെയാണ് കൂടുതലും മെൻ്റൽ പെയിനിൽ റിസൾട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരാൾ അല്ലെങ്കിൽ ഒരു സംഭവത്തോടുള്ള നമ്മുടെ വെറുപ്പ് അല്ലെങ്കിൽ റിസെൻമെൻറ്റ് അല്ലെങ്കിൽ ഹെയ്റ്റ് കാരണവും നമുക്കിതുപോലെ അതുമായിട്ട് ഇൻട്രാക്ഷൻ വരുമ്പോൾ നമ്മുടെ മെൻ്റലി നമ്മൾ ടോർച്ചർ ആവപ്പെടാനും ലൈക്ക് മെൻ്റലി പെയിൻ അനുഭവിക്കാനും ചാൻസ് ഉണ്ട്. നമുക്ക് എന്ത് അഡ്വേഴ്സ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും നമ്മുടെ ബ്രെയിൻ ആ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ പറ്റാതാവുകയും ടെമ്പർമെൻറ്റ് ലൂസ് ആവുകയും അതുപോലെ തന്നെ ബാലൻസ് ഇല്ലാതെ ആവുകയും ഒക്കെ വരുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്ക് അവിടെ കാണാൻ കഴിയും. സോ ഇങ്ങനെയാണ് നമ്മൾ മെൻ്റൽ പെയിൻ കൂടുതലായിട്ട് അനുഭവിക്കുന്നത്. മെൻ്റൽ പെയിൻ അനുഭവിക്കുമ്പോൾ നമുക്ക് സാധാരണ ഉണ്ടാവാറുള്ള ചില പ്രശ്നങ്ങളാണ് ഇൻസോംനിയ. അതുപോലെ തന്നെ എന്താ പറയുക, കോർട്ടിസോൾ ലെവൽസ് ഹൈ ആവുന്നതിലൂടെ പെട്ടെന്നുള്ള റാപ്പിഡായിട്ടുള്ള വെയിറ്റ് ലോസ്, റാപ്പിഡായിട്ടുള്ള വെയിറ്റ് ഗെയിൻ, അതുപോലെ ലൈക്ക് സ്ട്രെസ് ഈറ്റിംഗ് ഇതിൻ്റെ ഒരു വളരെ നല്ല ലൈക്ക് ഒരു എക്സാമ്പിളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ്റൽ പെയിൻ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമ്മൾ ഡോപ്പമീൻ്റെ ഈസിയസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ തേടി പോകുന്നത്, നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ നോക്കുന്നത്, എസ്കേപ്പിസ്റ്റ് മെൻറ്റാലിറ്റി വരുന്നത്. നമുക്കത് കോപ്പ് ചെയ്യാൻ പറ്റാതാവുമ്പോഴത്തേക്കും നമ്മുടെ ശ്രദ്ധയെ കൂടുതൽ ഈസി ആയിട്ട് ഡൊപ്പാമിൻ കിട്ടുന്ന ഒരു സോഴ്സിലേക്ക് തിരിച്ചുവിടാനുള്ള ചാൻസ് ഉണ്ട്. സോ അതൊക്കെയാണ് മെൻ്റൽ പെയിനിനെ പറ്റി പറയുന്നത്. അത് കൂടുതലും മെൻ്റൽ പെയിൻ തോന്നുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഹാർട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റ് ഏരിയയിൽ എന്താ പറയുക ഒരു സ്പിയർ കയറ്റി വെച്ചിട്ട് നടക്കുന്ന പോലുള്ളൊരു ഫീലിംഗ്, അല്ലെങ്കിൽ ലൈക്ക് ഹാർട്ടിലൊരു കൂടുതൽ വെയിറ്റ് ഫീൽ ചെയ്യുക, നമ്മുടെ ചെസ്റ്റ് പാർട്ടിലൊരു വെയിറ്റ് ഫീൽ ചെയ്യുക, അതുപോലെ നമ്മുടെ ചെസ്റ്റ് തൊറാക്സ് റീജിയനിൽ മൊത്തത്തിൽ പ്രശ്നം ഉണ്ടാക്കുക തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഒരു സംഭവം നമ്മൾ മെൻ്റലി കറക്റ്റായിട്ടല്ല കോപ്പപ്പ് ചെയ്യുന്നത്, നമുക്ക് ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല, നമ്മൾ സപ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മൈറ്റ് റിസൾട്ട് ഇൻ എന്താ പറയുക, നിങ്ങളുടെ ഗട്ട് സ്റ്റമക്ക് ഇഷ്യൂസൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ ബോഡി നമ്മളുടെ കൊടുക്കുന്ന ആ ഒരു മെസ്സേജിനെ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനെ ബോഡി റിപ്പൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി അതിനെ റിപ്പൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമുക്ക് വേറെ കുറേ ഒരു വൈഡ് റേഞ്ച് ഓഫ് സൈക്കോസൊമാറ്റിക് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് പെയിൻ, വോമിറ്റിംഗ്, അതുപോലെ തന്നെ ഹൈ ഫീവർ, പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഉണ്ടാവില്ല, ഭയങ്കരമായ ഹെയർ ഫോൾ, അതുപോലെ ചെവി വേദന, കണ്ണുവേദന, കൂടുതലും വയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, അതുപോലെ ബ്രീത്തിങ് ഇഷ്യൂസ്, പാനിക് അറ്റാക്സ്, ട്രെമേഴ്സ്, അങ്ങനെ ഒരു വൈഡ് റേഞ്ച് ഓഫ് സൈക്കോസൊമാറ്റിക് ഇഷ്യൂസിലേക്ക് ഇറ്റ് മൈറ്റ് ലീഡ് യു. സോ ഇഫ് യു ആർ ഗോയിങ് ത്രൂ മെൻ്റൽ പെയിൻ, പ്ലീസ് കൺസൾട്ട് എ വെരി എക്സ്പീരിയൻസ്ഡ് തെറാപ്പിസ്റ്റ്. അതാണ് ശരിക്കുള്ള ഒരു കോപ്പിംഗ് മെക്കാനിസം, അല്ലെങ്കിൽ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലേക്ക് തിരിയുക എന്നുള്ളതാണ്. ഈസി ഡോപ്പാമിൻ ടാർഗറ്റ്സിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യുവർ ഫോക്കസ് വിൽ ഡ്രോപ്പ് മോർ എന്നുള്ളതേ ഉള്ളൂ. സോ കൂടുതലും എന്താ പറയുക, നമ്മളെ തന്നെ ഒരു സെൽഫ് ഹെൽപ്പ് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ തിരിയുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മെൻ്റലായിട്ട് ലൈക്ക് പെയിൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളതിന് എങ്ങനെയാണ് കോപ്പപ്പ് ചെയ്തത് എന്നുള്ളതിനെ പറ്റി താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.